ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രസതന്ത്രത്തിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കാർബണിക രസതന്ത്രം എന്നുള്ള ഭാഗമാണ്. ഈ കാർബണിക രസതന്ത്രം എന്നുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. കാർബണെ കുറിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയായിരിക്കും, കാരണം നമ്മൾ അലോഹങ്ങൾ എന്നുള്ള പാഠഭാഗത്ത് കാർബൺ എന്നുള്ള മൂലകത്തെ കുറിച്ചൊക്കെ കൂടുതൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ കാർബണെ കുറിച്ച് അറിയാം എന്നിരുന്നാലും കാർബണിക രസതന്ത്രം എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഭാഗമാണ്. ഇതെന്ന് പറഞ്ഞാൽ കെമിസ്ട്രീൻ്റെ അല്ലെങ്കിൽ രസതന്ത്രത്തിന്റെ ഒരു ശാഖയാണ് ഈ കാർബണിക രസതന്ത്രം. നമ്മൾ ഇവിടെ എന്താണ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചു പോകുന്നത്. അപ്പൊ എല്ലാം നല്ല വൃത്തിയിൽ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വലിയ ക്ലാസ്സുകളിലൊക്കെ ആവശ്യം വരും, കാരണം അവിടെ ഒക്കെ ഇത് പഠിക്കാനുണ്ട്, ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ നല്ല രീതിയിൽ പഠിക്കാം. അപ്പൊ നമുക്ക് ഈ പാഠഭാഗത്തേക്ക് മെല്ലെ പോയാലോ, നോക്കാം. കാർബണിക രസതന്ത്രം. നിങ്ങൾക്കറിയാം, കാർബണെ പറ്റി നമുക്ക് നല്ല രീതിയിൽ അറിയാമെന്ന് ഞാൻ പറഞ്ഞു. അലോഹങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതും പറഞ്ഞു. ഇവിടെ നോക്ക്, ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്ക്, കാർബൺ. ഈ സി പറയുന്നത് എന്താണ്? കാർബൺ. കാർബൺ അടങ്ങിയിട്ടുള്ള ഓരോ വസ്തുക്കളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്കറിയാം അരി, ഗോതമ്പ്, പഞ്ചസാര, ഇതിലൊക്കെ ഉള്ള അടങ്ങിയിട്ടുള്ള ഒരു പ്രധാന ഘടകം എന്താണ്? കാർബൺ അല്ലേ? ചോറിന് നമ്മൾ പറയാറില്ലേ കാർബോഹൈഡ്രേറ്റ്, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ ഗോതമ്പ്, അരി, പഞ്ചസാരയിലൊക്കെ ഉള്ള ഒരു പ്രധാന ഘടകം അല്ലെങ്കിൽ പ്രധാന മൂലകമാണ് നമ്മളെ കാർബൺ എന്ന് പറയുന്നത്. ദെൻ നോക്ക്, ഇവിടെ കൊടുത്തിട്ടുള്ളത് മരുന്നുകളാണ്, മെഡിസിൻസ് ആണ്. ഈ മെഡിസിൻസിലൊക്കെ ഉള്ള പ്രധാന ഘടകം എന്താണ്? കാർബൺ തന്നെയാണ്. ദെൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെർപ്പൻറ്റൈൻ ഉണ്ട്, കെറോസിൻ ഉണ്ട്, അതായത് ടെർപ്പൻറ്റൈൻ ഉണ്ട്, മണ്ണെണ്ണ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. നമ്മളെ ഗ്യാസ് സിലിണ്ടറൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിലൊക്കെ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട മൂലകമാണ് നമ്മളെ ഗ്യാസ് എന്ന് കാർബൺ എന്ന് പറയുന്നത്. അതിന് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ എന്താണ്? ലിക്വിഡ് ക്ലീനേഴ്സ് ഒക്കെ, നമ്മളെ എന്താണ് ഫ്ലോർ ക്ലീനർ ഒക്കെ ഇല്ലേ, ലൈസോൾ ഒക്കെ പോലെയുള്ള അങ്ങനെയുള്ള കുറച്ച് ക്ലീനിങ് സാധനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫിനോയിൽസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മൂലകമാണ് നമ്മളെ കാർബൺ എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റും കാണുന്ന ഒരുവിധപ്പെട്ട എല്ലാ വസ്തുക്കളിലും അടങ്ങിയിട്ടുള്ള ഒരു മൂലകം തന്നെയാണ് കാർബൺ. അതുപോലെ നമ്മളെ മനുഷ്യ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മൂലകമാണ് കാർബൺ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായ മൂലകങ്ങളിൽ ഒന്നാണല്ലോ കാർബൺ. കഴിഞ്ഞ അധ്യായത്തിൽ കാർബണിന്റെ സംയുക്തങ്ങളായ കാർബൺ മോണോക്സൈഡ്, CO എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ മോണോക്സൈഡ്. CO2 എന്തായിരുന്നു? കാർബൺ ഡയോക്സൈഡ്. കാർബണേറ്റുകൾ, ബൈകാർബണേറ്റുകൾ എന്നിവയെ കുറിച്ച് പഠിച്ചല്ലോ നമ്മൾ കഴിഞ്ഞ അധ്യായം ഏതാണ്? അലോഹങ്ങളാണ്. അലോഹങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രധാന മൂലകമായിരുന്നു കാർബൺ. അവിടെ നമ്മൾ പഠിച്ച സംയുക്തങ്ങളാണ് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ബൈകാർബണേറ്റ് ആൻഡ് എന്താണ്? കാർബണേറ്റ്. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇത്തരം സംയുക്തങ്ങൾ ഒഴികെയുള്ള കാർബണിന്റെ സംയുക്തങ്ങളെയാണ് ഓർഗാനിക് സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പഠിച്ച സംയുക്തങ്ങളായിട്ടുള്ള കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബണേറ്റുകൾ, ബൈകാർബണേറ്റുകൾ അല്ലാത്ത കാർബണിന്റെ സംയുക്തങ്ങളില്ലേ, ഇവയല്ലാത്ത കാർബണിന്റെ സംയുക്തങ്ങളാണ് ഓർഗാനിക് സംയുക്തങ്ങൾ. അപ്പോൾ ഓർഗാനിക് സംയുക്തങ്ങളെ കുറിച്ചുള്ള പഠനശാഖയാണ് കാർബണിക രസതന്ത്രം. ഈ ഓർഗാനിക് സംയുക്തങ്ങളെ കുറിച്ചുള്ള പഠനശാഖയാണ് നമ്മൾ എന്ന് പറയുന്നത്? ഓർഗാനിക് രസതന്ത്രം അഥവാ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓർഗാനിക് രസതന്ത്രം അഥവാ ഓർഗാനിക് കെമിസ്ട്രി അഥവാ കാർബണിക രസതന്ത്രം എന്നാണ് പറയാറ്. ഇത് കെമിസ്ട്രി അല്ലെ രസതന്ത്രത്തിലെ ഒരു ശാഖയാണ്. കാർബണിന്റെ സംയുക്തങ്ങളെ എന്ന് വെച്ച് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബണേറ്റ്, ബൈകാർബണേറ്റ് ഒഴികെയുള്ള കാർബണിന്റെ സംയുക്തങ്ങളെ കുറിച്ചുള്ള പഠനശാഖ നമ്മുടെ രസതന്ത്രത്തിന്റെ ഒരു ശാഖയാണ്. എന്താ നമുക്ക് പറയാൻ സാധിക്കും? കാർബണിക രസതന്ത്രം. അതിന് പറയുന്നതാണ്, ഇംഗ്ലീഷ് പറയുന്നതാണ് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി 10ാം ക്ലാസ് പഠിക്കാനുണ്ട്, +1 പഠിക്കാനുണ്ട്, +2 പഠിക്കാനുണ്ട്. +1 +2 നല്ല ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. +2 10 ചാപ്റ്ററിൽ 5 ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രിയിൽ തന്നെ വരുന്നതാ. അപ്പൊ ഇപ്പൊ നിങ്ങൾ നല്ല വൃത്തിയിൽ ബേസ് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിരിക്കില്ല.
ബേസ് അറിയാത്തത് കൊണ്ടാണ് ബുദ്ധിമുട്ടായി തോന്നുന്നത്. അപ്പൊ നിങ്ങൾ നല്ല വ്യക്തമായിട്ട് പഠിക്കുക. സിമ്പിൾ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്, എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. ഞാനെല്ലാം നല്ല സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ അതിനനുസരിച്ച് കൂടെ പഠിക്കുക, തരുന്ന വർക്കുകൾ ചെയ്യുക. അതുപോലെ ക്ലാസ് ചെയ്യുന്ന സമയത്ത് സ്വന്തം ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് കൂടെ ചെയ്യുക. ഓക്കെ, നോക്കി ചെയ്യല്ല വേണ്ടത്, സ്വന്തം ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാർബണിക സംയുക്തങ്ങളെ കുറിച്ചുള്ള രസതന്ത്ര പഠനശാഖയ്ക്ക് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയും. ആ പേര് നൽകിയിട്ടുള്ളത് ജോൺ ജേക്കബ് ബെർസിലിയസ് ആണ്. ബെർസിലിയസ് എന്ന ശാസ്ത്രജ്ഞനാണ്. ഓർഗാനിക് സംയുക്തങ്ങളുടെ രൂപീകരണത്തിന് ഒരു ജീവശക്തി ആവശ്യമാണെന്ന വിശ്വാസമാണ് ഈ പേര് ലഭിക്കാൻ കാരണം. അതൊന്നും നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഇത് ഓർത്ത് വെക്കുക. കാർബണിക സംയുക്തങ്ങളെ കുറിച്ചുള്ള രസതന്ത്ര പഠനശാഖയ്ക്ക് ഓർഗാനിക് കെമിസ്ട്രി അഥവാ എന്ത് പറയാം, കാർബണിക രസതന്ത്രം എന്ന് പറയാൻ സാധിക്കും എന്ന് പറയാം. പിന്നെ ഇവിടെ കുറച്ച് ഓർഗാനിക് സംയുക്തങ്ങൾ, ആദ്യം കണ്ടെത്തിയ ഓർഗാനിക് സംയുക്തമാണ് യൂറിയ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, അത് കൊടുത്തിട്ടുള്ളതാണ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ജസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രി അഥവാ കാർബണിക രസതന്ത്രം എന്താണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. അതില് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബണേറ്റ്, ബൈകാർബണേറ്റ് വരുന്നില്ല. അതല്ലാത്ത കാർബണിന്റെ സംയുക്തങ്ങളെ കുറിച്ചുള്ള രസതന്ത്രത്തിലെ ഒരു പഠനശാഖയാണ് കാർബണിക രസതന്ത്രം അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? സോ നമുക്ക് നോക്കാം. ഓർഗാനിക് കെമിസ്ട്രിയോളം മനുഷ്യ ജീവിതവുമായി ഇത്രയധികം ബന്ധമുള്ള മറ്റൊരു ശാസ്ത്രശാഖയില്ല. പറഞ്ഞിട്ടുള്ള എന്താണെന്നറിയോ? ഓർഗാനിക് കെമിസ്ട്രിയോളം മനുഷ്യ ജീവിതവുമായി ഇത്രയധികം ബന്ധമുള്ള പഠനശാഖയല്ലേ ഇല്ല എന്നാണ് പറയുന്നത്. അല്ല, ശാസ്ത്രശാഖ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? നമുക്ക് ചുറ്റും കാണുന്നതും ഉപയോഗിക്കുന്നതുമായ മിക്കവാറും എല്ലാ പദാർത്ഥങ്ങളിലും കാർബൺ അടങ്ങിയിരിക്കുന്നു. മറ്റെല്ലാ മൂലകങ്ങളുടെയും സംയുക്തങ്ങളുടെയും ആകെ കാർബൺ സംയുക്തങ്ങളുടെ 10% മാത്രമാണ്. പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ? നമുക്ക് ചുറ്റും കാണുന്നതായിട്ടുള്ള മിക്ക പദാർത്ഥങ്ങൾ, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക പദാർത്ഥങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന സപ്പോസ് സോപ്പ്, പേസ്റ്റ്, ഓയിലുകൾ, പിന്നെ നമുക്ക് എന്ത് പറയാം, നമ്മളെ മേക്കപ്പ് പ്രൊഡക്ട്സുകൾ, ക്രീമുകൾ, ലോഷനുകൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നേരത്തെ പറഞ്ഞില്ലേ അരി, ഗോതമ്പ്, പച്ചക്കറികൾ, സസ്യങ്ങൾ, പിന്നെ നമ്മുടെ ശരീരത്തിൽ, അതുപോലെ പ്ലാസ്റ്റിക് പദാർത്ഥങ്ങളിൽ, പ്ലാസ്റ്റിക്കിലൊക്കെ കാർബൺ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ കരി എന്ന് പറയുന്നത് കാർബണിന്റെ ഒരു ഇതാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു രൂപാന്തരാണെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അമോർഫസ് രൂപാന്തര എന്നൊക്കെ. അപ്പൊ നമുക്ക് ചുറ്റും കാണുന്ന ഒട്ടുമിക്ക പദാർത്ഥങ്ങൾ, ഒരുവിധപ്പെട്ട എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിട്ടുള്ള ഒരു മൂലകമാണ് എന്തെന്ന് പറയുന്നത്, കാർബൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ ശരീരത്തില്, അതുപോലെ നമ്മൾ പറഞ്ഞ സസ്യങ്ങളില്, പച്ചക്കറികളിലെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പ്രധാന ഘടകമാണ്. ഭക്ഷ്യവസ്തുക്കളിലൊക്കെ നമ്മൾ പറഞ്ഞു പ്രധാന ഘടകമാണ് കാർബൺ, അതല്ലെങ്കിൽ പ്രധാന മൂലകമാണ് എന്ത്, കാർബൺ എന്ന് പറയുന്നത്. സോ ഇവിടെ പറയുന്നത് എന്താണ്? മറ്റെല്ലാ മൂലകങ്ങളുടെയും സംയുക്തങ്ങളുടെയും ആകെ എണ്ണം കാർബൺ സംയുക്തങ്ങളുടെ 10% മാത്രമാണ്. ബാക്കി കാർബൺ ഒഴിച്ചുള്ള ബാക്കി എല്ലാ മൂലകവും, നമ്മളെ പീരിയോഡിക് ടേബിളിലുള്ള ബാക്കി എല്ലാ മൂലകവും നമ്മൾ എടുത്തു, അവയുടെ സംയുക്തങ്ങളും എടുത്തു. എന്നിട്ട് നോക്കിക്കഴിഞ്ഞാലും കാർബണിന്റെ മൂലകങ്ങളുടെ 10% മാത്രമാണ് ഈ മൂലകങ്ങളുടെ ഒക്കെ സംയുക്തങ്ങളും കൂട്ടി നോക്കിയാലും കാർബണും കാർബണിന്റെ സംയുക്തത്തിന്റെയും 10% മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അത്രയും കൂടുതൽ കാണപ്പെടുന്ന ഒരു മൂലകമാണ് കാർബൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? കാർബണും കാർബണിന്റെ സംയുക്തങ്ങളും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നുണ്ട്, മനുഷ്യ ജീവിതവുമായി ഏറ്റവും ബന്ധമുള്ള പഠനശാഖയാണ് കാർബണിക രസതന്ത്രം. കാരണം നമ്മുടെ ജീവിതമായി ഏറ്റവും ബന്ധമുള്ള ഒരു മൂലകമാണ് കാർബൺ. അപ്പൊ കാർബണെ കുറിച്ചുള്ള പഠനശാഖ എന്താണ്, നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ഇത്രയേറെ മനുഷ്യ ജീവിതവുമായി ബന്ധമുള്ള ശാസ്ത്രശാഖ വേറെ ഇല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതുകൊണ്ടാണ്. ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് ചുറ്റും കാണുന്ന എന്തൊക്കെ പദാർത്ഥങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ചിന്തിച്ച് നോക്ക്.
മിക്ക പദാർത്ഥത്തിലും കാർബൺ ഉണ്ടാവും. പേപ്പർ, പ്ലാസ്റ്റിക് സാധനങ്ങൾ, എല്ലാത്തിലും കാർബൺ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഭക്ഷ്യപദാർത്ഥങ്ങൾ, അരി, ഗോതമ്പ്, പഞ്ചസാര, അതിലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രധാന ഘടകമാണ് കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, കാർബൺ ആറ്റത്തിന്റെ വിവരങ്ങൾ അടങ്ങിയ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നു. പീരിയോഡിക് ടേബിളിന്റെ സഹായത്തോടെ എന്താണ് പട്ടിക പൂർത്തിയാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. കാർബണിന്റെ പ്രതീകം എന്താ? നമ്മൾ തുടക്കത്ത് പറഞ്ഞ, ആദ്യം കണ്ട ചിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാർബണിന്റെ പ്രതീകം ക്യാപിറ്റൽ ലെറ്റർ സി ആണ്. കാർബണിന്റെ പ്രതീകം ക്യാപിറ്റൽ ലെറ്റർ സി ആണ്. കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? കാർബണിന്റെ അറ്റോമിക് നമ്പർ 6. കാർബണിന്റെ മാസ് നമ്പർ എത്രയാ? മാസ് നമ്പർ ജസ്റ്റ് അറിഞ്ഞു വെക്കാൻ എഴുതി തരികയാണ്. കാർബണിന്റെ മാസ് നമ്പർ 12 ആണ്. കാർബണിന്റെ മാസ് നമ്പർ 12 ആണ്. ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുക? 6 അല്ലേ? സോ 2 4 ഇങ്ങനെയല്ലേ എഴുതാറ് നമ്മള്? ഇലക്ട്രോൺ വിന്യാസം 2 4 എന്നാണ് എഴുതുക. സംയോജകത എത്രയാണ്? കാർബണിന്റെ സംയോജകത 4 ആണ്. കാർബണിന്റെ സംയോജകത എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് കാർബണിന്റെ അടിസ്ഥാന വിവരങ്ങള്. നമുക്കറിയാം കാർബണിന്റെ പ്രതീകം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ സി ആണ്. കാർബണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. മാസ് നമ്പർ 12 ആണ്. കാർബണിന്റെ ഇലക്ട്രോൺ വിന്യാസം 2 4. ഇലക്ട്രോൺ വിന്യാസം ഒക്കെ നമ്മൾ മുമ്പുള്ള പാഠഭാഗത്ത് പഠിക്കുന്നതാണ്, എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതൊക്കെ. പിന്നെ നമുക്കറിയാം കാർബണിന്റെ സംയോജകത എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? സോ അടുത്ത് നോക്കാം. കാർബണിന്റെ ബാഹ്യതമ ഷെല്ലിൽ 4 ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് കാർബണിന്റെ സംയോജകത 4 ആണെന്നും അറിയാമല്ലോ. ഇതുമൂലം കാർബണിന്റെ വ്യത്യസ്ത രീതികളിലുള്ള സഹസംയോജന ബന്ധനത്തിൽ ഏർപ്പെടാൻ കഴിയും. നമുക്കറിയാം കാർബണിന്റെ എന്താണ് ഇലക്ട്രോൺ വിന്യാസം 2 4. അതുകൊണ്ട് തന്നെ കാർബണിന്റെ സംയോജകത എന്താണ്? ഈക്വൽ ടു 4 ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് കാർബൺ ഈ സംയോജകത 4 ആയതുകൊണ്ട് തന്നെ കാർബൺ എന്താണ് വ്യത്യസ്ത രീതിയിൽ എന്ത് കാണിക്കാൻ പറ്റും? വ്യത്യസ്ത രീതിയിൽ ബന്ധനത്തിൽ ഏർപ്പെടാൻ സാധിക്കും. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയല്ലോ? അടുത്തത് ഹൈഡ്രോ കാർബണുകൾ. എന്താണ് ഹൈഡ്രോ കാർബൺ എന്നാണ് പറയുന്നത്. ഹൈഡ്രോ കാർബണുകൾ എന്താണ് എന്നുള്ളതാണ്. ആ പേര് തന്നെ ഉണ്ട്, ഹൈഡ്രോ കാർബണുകൾ. ഹൈഡ്രജൻ, കാർബണുകൾ, കാർബൺ, ഹൈഡ്രജൻ, കാർബൺ, അതാണ് പേരിലുള്ളത്. ഇനി നമുക്ക് നോക്കാം. ഒരു ഓർഗാനിക് സംയുക്തത്തിന്റെ ഘടന നൽകിയിരിക്കുന്നു. ഈ സംയുക്തത്തിലെ ഘടക ആറ്റങ്ങൾ ഏതെല്ലാം? ഇവിടെ ഒരു എന്താണ് ഓർഗാനിക് സംയുക്തത്തിന്റെ ഘടന തന്നിട്ടുണ്ട്. ഒരു കാർബൺ ഉണ്ട്, 4 ഹൈഡ്രജൻ ഉണ്ട്. കാർബണിന്റെ സംയോജകത 4 ആണ്. അതുകൊണ്ട് തന്നെ കാർബണിന്റെ ചുറ്റും 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഈ സംയുക്തത്തിലെ ഘടക ആറ്റങ്ങൾ ഏതെല്ലാം എന്നാ ചോദിച്ചിട്ടുള്ളത്. ഇതിലുള്ള ഘടക ആറ്റങ്ങൾ ഏതെല്ലാം നോക്ക്. ഏതൊക്കെ ആറ്റം ഉണ്ട്? കാർബൺ ഉണ്ട്, കാർബൺ. ദെൻ വേറെ ഏതാറ്റാണുള്ളത്? വേറെ ഹൈഡ്രജൻ ആണുള്ളത്. സോ കാർബൺ, ഹൈഡ്രജൻ. ക്ലിയർ ആയോ? കാർബൺ, ഹൈഡ്രജൻ. അടുത്തത് കാർബൺ ഹൈഡ്രജൻ ബന്ധനത്തിന്റെ പ്രത്യേകത എന്ത്? കാർബൺ ഹൈഡ്രജൻ ബന്ധനത്തിന്റെ പ്രത്യേകതയാണ് ചോദിച്ചിട്ടുള്ളത്. കാർബൺ ഹൈഡ്രജൻ ബന്ധനം എന്താണ്? കാർബൺ ഹൈഡ്രജൻ ബന്ധനം ഏകബന്ധനല്ലേ? സോ ഏകബന്ധനം. പിന്നെ ഈ ബന്ധനത്തിന് വേറെ എന്ത് പറയാം നമുക്ക്? ഈ ബന്ധനം എന്ത് ബന്ധന? സഹസംയോജക ബന്ധനല്ലേ? കോവാലൻ ബോണ്ട് അല്ലേ? നമ്മൾ പഠിച്ചതല്ലേ, മുമ്പുള്ള ചാപ്റ്ററിൽ പഠിച്ചതല്ലേ? സോ സഹസംയോജക ബന്ധനം. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഏകബന്ധനം എന്നുള്ളത് ഓർത്ത് വെക്കാം.
ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തങ്ങളെ ശ്രദ്ധിക്കുക. കാർബണിന്റെ സംയോജകതകൾ ഹൈഡ്രജൻ ആറ്റം ഉപയോഗിച്ച് പൂർത്തീകരിക്കുക. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കാർബണിന്റെ സംയോജകത 4, അത് ഹൈഡ്രജൻ ആറ്റം ഉപയോഗിച്ച് പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഇവിടെ കാർബൺ ഉണ്ട്, വേറൊരു കാർബൺ ആയിട്ട് എന്താണ്, കാർബൺ ആയിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്, അതായത് ബന്ധനുണ്ട്. ബാക്കി 3 ഇല്ലേ, 4 ആവണ്ടേ? 1 ഇല്ലേ ഇവിടെ ഇതായുള്ളൂ, അപ്പൊ 4 ആവണ്ട്. ഹൈഡ്രജൻ വെച്ചിട്ട് ഫില്ല് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. ഹൈഡ്രജൻ 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 ഹൈഡ്രജൻ. ക്ലിയർ ആയോ? പിന്നെ അടുത്തതിൽ നോക്ക്. ഹൈഡ്രജൻ 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 ഹൈഡ്രജൻ. അടുത്തത് ഹൈഡ്രജൻ ഹൈഡ്രജൻ. ഫില്ല് ചെയ്തല്ലോ. സംയോജിത 4 അല്ലേ? ഇതാ ഇവിടെ കാർബണിന്റെ 2 എണ്ണം കാർബൺ ആയിട്ട്, വേറെ ബാക്കി 2 ഹൈഡ്രജൻ. ഇവിടെ 2 കാർബൺ 2 ഹൈഡ്രജൻ. ഇവിടെ 3 കാർബൺ ആയിട്ട് 2 ഹൈഡ്രജൻ. ഓക്കെ ആയോ? കാർബണിന്റെ ആറ്റങ്ങൾക്കിടയിൽ ബന്ധനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ഇവിടെയുള്ള കാർബണിന്റെ ആറ്റത്തിന്റെ ഇടയിലുള്ള ബന്ധനത്തിന്റെ പ്രത്യേകതയാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തേതിൽ എന്താണ്? ഏകബന്ധനം. ഏക ബന്ധനം. രണ്ടാമത്തതിന് എന്താണ്? ദ്വിബന്ധനം. ദ്വിബന്ധനം. മൂന്നാമത്തതോ ത്രിബന്ധനല്ലേ? ത്രിബന്ധനം. ഓക്കെ ആയോ? അടുത്തത് കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ സംയുക്തങ്ങളെയാണ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. നമ്മൾ ഹൈഡ്രോ കാർബൺ അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ പറഞ്ഞു പേര് തന്നെ ഉണ്ട്. ഹൈഡ്രോ ഹൈഡ്രജൻ, കാർബൺ കാർബൺ. ഹൈഡ്രജനും കാർബണും മാത്രം അടങ്ങിയ സംയുക്തങ്ങളെയാണ് നമ്മൾ ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഹൈഡ്രോ കാർബണുകളിൽ ഏകബന്ധനമുള്ളതും ദ്വിബന്ധനമുള്ളതും ത്രിബന്ധനമുള്ളതുമായ സംയുക്തങ്ങളുണ്ട്. നമുക്ക് ഇവിടുന്ന് മനസ്സിലായല്ലോ എന്താണ്? ഹൈഡ്രോ കാർബൺ ഹൈഡ്രജനും കാർബണും കൂടിച്ചേർന്നുള്ള സംയുക്തങ്ങളാണ്. ഈ ഹൈഡ്രോ കാർബണുകളിൽ എന്തുണ്ട്? ഏകബന്ധനമുണ്ട്, ദ്വിബന്ധനമുണ്ട്, then again എന്തുണ്ട്? ത്രിബന്ധനവും ഉണ്ട്. ഇങ്ങനെ ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനമുള്ള സംയുക്തങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലായല്ലോ. നമ്മളിവിടെ അതിനുള്ള ഉദാഹരണവും കണ്ടു. മനസ്സിലായോ? ക്ലിയർ ആയോ? അടുത്തത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഹൈഡ്രോ കാർബണുകളുടെ ക്ലാസിഫിക്കേഷൻ ആണ്. എങ്ങനെയൊക്കെ നമുക്ക് എന്താണ് ഈ ഹൈഡ്രോ കാർബണുകളെ വ്യത്യസ്ത തരം ഹൈഡ്രോ കാർബണുകൾ ഉണ്ട്. ഏത് രീതിയിലൊക്കെയാണ് ഈ ഹൈഡ്രോ കാർബണുകളെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മനസ്സിലായോ? നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് പൂരിത ഹൈഡ്രോ കാർബൺ അഥവാ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. പൂരിത ഹൈഡ്രോ കാർബൺ അഥവാ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. തന്മാത്രാ സൂത്രം ഇതിലെ സഹസംയോജന ബന്ധനം ഏത് തരം? നമുക്കിവിടെ തന്നിട്ടുള്ളത് കാർബൺ. ഇവിടെ ഒരു കാർബൺ ഇല്ലേ? ചുറ്റും 4 ഹൈഡ്രജൻ ഉണ്ട്. ഇതേ സാധനത്തിന്റെ നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ ബോളും സ്റ്റിക്കും വെച്ചിട്ട് മോഡൽ ഉണ്ടാക്കി നോക്കും. അതായത് ഇത് ഇങ്ങനെ കാണുന്നതിന് പകരം ഒരു 3D ആയിട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ബോൾ വെച്ച് ചെയ്യും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി ഇത് എങ്ങനെയാണ് ഇതാവുന്നത് എന്ന് ചോദിച്ചാല് ഈ നടുക്കുള്ള ബോൾ എന്ന് പറയുന്നത് കാർബൺ. ഇത് കണ്ടോ? ഈ ലൈൻസ് എന്ന് പറയുന്നത് സ്റ്റിക്കാണ്. ഈ ലൈൻസ് സ്റ്റിക്കാണ്. ഈ ഓരോ വൈറ്റ് ബോൾസിലെ ഓരോ വൈറ്റ് ബോൾസും ഹൈഡ്രജൻ ആണ്. ഓരോ വൈറ്റ് ബോൾസും എന്താണ്? ഹൈഡ്രജൻ ആണ്. 4 ഹൈഡ്രജൻ, കാർബൺ, ഓരോ സിംഗിൾ ബോണ്ട്, അതായത് ഏകബന്ധനം. ഇതന്നെയല്ലേ അത് തന്നിട്ടുള്ളത്. നമ്മളോട് അവിടെ ചോദിച്ചിട്ടുള്ളത് തന്മാത്രാ സൂത്രം ഇതിലെ സഹസംയോജന ബന്ധനം ഏത് തരം എന്ന്. ഏതാണ്? ഏകബന്ധനം അല്ലേ? ഏകബന്ധനം. എവിടെയെങ്കിലും ദ്വിബന്ധനോ ത്രിബന്ധനോ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ കാർബണിന്റെ സംയോജകത 4 ആണ്. 4ഉം സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളത് ഹൈഡ്രജൻ വെച്ചിട്ടാണ്. ഓക്കെ അല്ലേ? സോ ഏകബന്ധനമാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള തന്മാത്രാ സൂത്രം
കാർബൺ 4 ഹൈഡ്രജൻ, CH4 ആണ്, CH4 ആണ്. നോക്കാം, 2 കാർബൺ ആറ്റം ഉള്ളതും ഏകബന്ധനം മാത്രമുള്ളതായ മറ്റൊരു ഹൈഡ്രോ കാർബണിന്റെ ഘടന ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ സംയുക്തത്തിന്റെ തന്മാത്ര സൂത്രം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കാർബൺ 3 ഹൈഡ്രജൻ, കാർബൺ ആയിട്ട് തന്നെ ഏകബന്ധനം, കാർബൺ 3 ഹൈഡ്രജൻ. ഇതാണ് നമ്മൾക്ക് തന്നിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബൺ. ഇനി ഇവിടെ അതിന്റെ ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ തന്നിട്ടുണ്ട്. നമുക്കൊന്ന് എഴുതി നോക്കാം. കാർബൺ കാർബൺ ഏകബന്ധനം ഏകബന്ധനം, ദെൻ ഹൈഡ്രജൻ ആണ് ഈ വൈറ്റ് ബോള്, ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ. ഇതാണ് ഇത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ സംയുക്തത്തിന്റെ തന്മാത്ര സൂത്രം എഴുതാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് എഴുതി നോക്കാം. ഈ കാർബൺ ആദ്യം എഴുതാ. അതിന്റെ ചുറ്റും എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 അല്ലേ? CH3, പിന്നെ ഒരു ലൈൻ. ഇതല്ലേ ഈ ബന്ധനാണ് കാണിച്ചിട്ടുള്ളത്. ഏകബന്ധനം. ദെൻ ഇവിടെ ഒരു കാർബൺ ഇല്ലേ, അത് ഇവിടെ എടുത്തെഴുതി. 3 ഹൈഡ്രജൻ ഇല്ലേ, CH3. സോ CH3. ഇതാണ് നമ്മൾ തന്മാത്രാ സൂത്രം എഴുതി. ഇനി ഈ സംയുക്തത്തിന്റെ ഘടനാവാക്യം ചുരുക്കി CH3 എന്നും എഴുതാം. ഇപ്രകാരം എഴുതുന്ന രീതിയെ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നു. ഇത് കൂടുതൽ കാർബൺ ആറ്റങ്ങൾ ഉൾപ്പെടുത്തി ഇത്തരത്തിലുള്ള ഹൈഡ്രോ കാർബണുകളുടെ ഘടന, കണ്ടൻസ്ഡ് ഫോർമുല, തന്മാത്രാ സൂത്രം എന്നിവ എഴുതി നോക്കാം. നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നമ്മളിപ്പോ എന്താണ് ഘടനാവാക്യം എഴുതിയല്ലോ, CH3 എന്ന് എഴുതി. ഇനി ഇപ്രകാരം എഴുതുന്ന രീതിയെ നമ്മൾ പറയുന്നതാണ് കണ്ടൻസ്ഡ് ഫോർമുല. ഇനി കൂടുതൽ കാർബൺ ആറ്റത്തിന് ഉൾപ്പെടുത്തി, ഇപ്പൊ നമ്മൾ ആ ഒരു കാർബൺ ഉള്ള കോമ്പൗണ്ടും പിന്നെ 2 കാർബൺ ഉള്ള കോമ്പൗണ്ടാണ് എഴുതിയിട്ടുള്ളത്. ഇതിനൊക്കെ പേരുണ്ട് കേട്ടോ, അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ടൊക്കെ പഠിക്കും. അപ്പോൾ ഇനി നമുക്ക് കാർബണിന്റെ എണ്ണം കൂടുതലുള്ളതിന് അങ്ങനെ ഒന്ന് എഴുതി നോക്കിയാലോ. അതാണ് പറഞ്ഞിട്ടുള്ളത്. അതാ നമുക്കിവിടെ നോക്കാം, പട്ടിക തന്നിട്ടുണ്ട്, എങ്ങനെ വരും നോക്കാം. കാർബൺ ആറ്റത്തിന്റെ എണ്ണം 1. അപ്പൊ നമുക്കറിയാം ഒരു കാർബൺ എഴുതി, ദെൻ എന്താണ് ഹൈഡ്രജൻ 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 ഹൈഡ്രജൻ. 4 ഹൈഡ്രജൻ, സംയോജകത 4 ആണ്. അപ്പൊ 4 നമ്മൾ എന്താക്കി, സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടി കണ്ടൻസ്ഡ് ഫോർമുല എന്താ, CH4. തന്മാത്രാ സൂത്രം കാർബൺ എഴുതി നോക്കുക, എത്ര കാർബൺ ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യുക. എങ്ങനെയാണ് തന്മാത്രാ സൂത്രം എഴുതാന്ന് വെച്ചാല് അതിലുള്ള മൂലകങ്ങൾ ഏതൊക്കെയാന്നുള്ളത് ആദ്യം എടുത്ത് എഴുതുക. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം കാർബൺ എഴുതി. കാർബൺ എണ്ണി നോക്കുക, ഒറ്റ കാർബണേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒന്നും എഴുതണ്ട, നമ്പർ ഇടണ്ട. ഒന്നാണെങ്കിൽ നമ്പർ ഇടണ്ട, 2 ഒക്കെ ആണെങ്കിൽ നമ്പർ ഇടണം. പിന്നെ ഞാൻ ഹൈഡ്രജൻ എഴുതി. ഹൈഡ്രജൻ ഒന്ന് എണ്ണി നോക്ക്, 1 2 3 4. അപ്പൊ 4. ഓക്കെ, സാധാരണ താപനിലയിലുള്ള ഭൗതികാവസ്ഥയാണ് ഇവിടെ തന്നിട്ടുള്ളത്. വാതകാവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അടുത്തത് നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത് കണ്ടൻസ്ഡ് ഫോർമുലയാണ്. അപ്പൊ കാർബൺ, അതിന്റെ ചുറ്റും 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ CH3. കാർബണിന്റെ ചുറ്റും 3 ഹൈഡ്രജൻ, CH3. ഈ ബോണ്ടാണ് വരച്ചിട്ടുള്ളത്, അതായത് ഈ ബന്ധനാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത കാർബൺ എഴുതി, അതിന്റെ ചുറ്റും എന്താണ് 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ CH3. അപ്പൊ നമുക്ക് കിട്ടും CH3 ഏകബന്ധനം CH3. അപ്പൊ ഇനി നമ്മൾ തന്മാത്രാ സൂത്രമാണ് എഴുതുന്നത്. തന്മാത്രാ സൂത്രം എഴുതുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം ഞാൻ കാർബൺ എഴുതിയിട്ട് ഈ കാർബൺ ഒന്ന് എണ്ണി നോക്കി, കാരണം ഇതിൽ കാർബണും ഹൈഡ്രജനും ഉള്ളൂ. ഞാൻ ആദ്യം കാർബൺ എഴുതി, എന്നിട്ട് ഞാൻ ഈ കാർബൺ കൗണ്ട് ചെയ്ത് നോക്കി, എത്ര കാർബൺ ഉണ്ട്, 1 2. 2 കാർബൺ ആണുള്ളത്. അപ്പൊ എനിക്ക് കാർബണിന്റെ താഴെ 2 എന്ന് എഴുതാം. പിന്നെ ഹൈഡ്രജൻ അല്ലേ ഉള്ളത്, സോ ഞാൻ ഹൈഡ്രജൻ എഴുതി. ഇനി ഹൈഡ്രജനെ കൗണ്ട് ചെയ്യാം, 1 2 3 4 5 6 ഹൈഡ്രജൻസ് ഉണ്ട്. സോ C2H6. ഈ രീതിയിലാണ് നമ്മൾ തന്മാത്രാ സൂത്രം എഴുതേണ്ടത്. ഓക്കെ ആയോ?
ഇനി നമ്മളെ ഈ C2H6 എന്ന് പറയുന്നതും എന്താണ് സാധാരണ താപനിലയിൽ വാതകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അത് ക്ലിയർ ആയോ? അടുത്തത് ഇവിടെ നമുക്കൊന്ന് തന്നിട്ടുണ്ട്. നോക്ക്, നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുള്ള എന്താണ്? കണ്ടൻസ്ഡ് ഫോർമുല എഴുതാനല്ലേ? നമുക്ക് എഴുതി നോക്കാം. ആദ്യത്തെ കാർബൺ എഴുതി CH3 ഏകബന്ധനം CH2 CH3 ഏകബന്ധനം CH2 ദെൻ ഏകബന്ധനം CH എന്താണ്? 3 ഹൈഡ്രജൻ ഇല്ലേ? CH3. ഓക്കെ ആയോ? ഇനി നമ്മൾ എഴുതേണ്ടത് ഇതിന്റെ എന്താണ്? കണ്ടൻസ്ഡ് ഫോർമുല എഴുതി. ഇനി നമ്മൾ എഴുതേണ്ടത് തന്മാത്ര അതായത് മോളിക്കുലാർ ഫോർമുലയാണ് എഴുതേണ്ടത്. തന്മാത്ര സൂത്രമാണ് എഴുതേണ്ടത്. നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എഴുതാനുള്ള ട്രിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം കാർബണോ ഹൈഡ്രജനോ അല്ലേ ഉള്ളൂ. അപ്പൊ ആദ്യം കാർബൺ എഴുതി ദെൻ കാർബൺ കൗണ്ട് ചെയ്യുക. എത്രയുണ്ട്? 1 2 3. സോ C3. ഇനി ഹൈഡ്രജൻ അല്ലേ ഉള്ളൂ. സോ H എഴുതി കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8. സോ നമുക്ക് എഴുതാം H8. അതെന്താണ്? സാധാരണ താപനിലയിൽ വാതകാവസ്ഥയിലാണ് ഉള്ളത്. നിങ്ങൾ പഠിക്കേണ്ടത് എന്താന്ന് വെച്ചാല് ഇത് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതാനും ദെൻ നിങ്ങൾ എഴുതാൻ പഠിക്കേണ്ട എന്താണ്? തന്മാത്ര സൂത്രം എഴുതാനും അഥവാ മോളിക്കുലാർ ഫോർമുല എഴുതാനും. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് തന്നിട്ടുള്ള എന്താണ്? നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? കണ്ടൻസ്ഡ് ഫോർമുല തന്നിട്ടുള്ളൂ. ഇനി നമ്മൾ എന്തെഴുതണം? തിരിച്ചെഴുതണോ? തിരിച്ചതിന്റെ സ്ട്രക്ചർ ആണ് എഴുതേണ്ടത്. 4 നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. 4 ചെയ്യുന്നത്. നോക്ക്, CH3. അപ്പൊ എങ്ങനെയാണ്? CH ഏകബന്ധനം. പിന്നെന്താണ്? CH2 അല്ലേ? കാർബൺ എഴുതി, മുകളിൽ ഒരു ഹൈഡ്രജൻ, താഴെ ഒരു ഹൈഡ്രജൻ, CH2. ദെൻ ഏകബന്ധനല്ലേ? ഏകബന്ധനം C ഹൈഡ്രജൻ CH2. അവസാനം നോക്ക്, CH3. ഈ രീതിയിലല്ലേ വരിക. ഇനി ഇതിൽ തന്നെ നമുക്ക് ഇതൊന്ന് എഴുതി നോക്കാം. ഇത് തന്നെയാണോ കിട്ടുക എന്നുള്ളത് നോക്കാം. CH3 ഏകബന്ധനം CH2 CH3. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് തന്മാത്രാ സൂത്രമാണ്, മോളിക്കുലാർ ഫോർമുലയാണ്. കാർബൺ എഴുതി. കാർബൺ എണ്ണി നോക്ക്. 1 2 3 4. 4 കാർബൺ ആണുള്ളത്. സോ 4. ദെൻ ഹൈഡ്രജൻ എത്രയാ? കൗണ്ട് ചെയ്ത് നോക്കിയാലോ. 1 2 3 4 5 6 7 8 9 10. സോ H10 എന്ന് കിട്ടും. അതെന്താണ്? വാതകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ക്ലിയർ ആയോ? വാതകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇനി അഞ്ചാമത്തത് നോക്ക്. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? 5 കാർബൺ ഉള്ളതിൽ നമുക്ക് എന്ത് മാത്രാ തന്നിട്ടുള്ളത്? നമുക്ക് ആകെ തന്നിട്ടുള്ളത് തന്മാത്രാ സൂത്രാണ്. C5H12 ആണ് തന്നിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 5 കാർബൺ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം 5 കാർബൺ എഴുതാം. 2 3 4 5 കാർബൺ ഉണ്ട്. ഇനി നമുക്ക് കാർബണിന്റെ സംയോജകതയൊന്ന് പൂർത്തിയാക്കി നോക്കാം ഹൈഡ്രജൻ വെച്ചിട്ട്. അപ്പൊ 4 അല്ലേ? 1 2 3. 4ാമത്തെ കാർബണായിട്ട് തന്നെ ഈ കാർബണ് 2 ഹൈഡ്രജൻ കൊടുത്തപ്പോൾ 4 പൂർത്തിയായില്ലേ? അതായത് കാർബണിന്റെ ചുറ്റും 4 ബന്ധനം ഉണ്ടാവണം.
മനസ്സിലായോ? മൊത്തം എണ്ണി നോക്കുമ്പോൾ കാർബൺ കാർബൺ ആയിട്ടുള്ളത് എണ്ണി നോക്കുമ്പോൾ 4 ഉണ്ടാവണം മൊത്തം. അങ്ങനെയാണ് ഫിൽ ചെയ്യുന്നത്. ഇവിടെ നോക്ക് 2 ഹൈഡ്രജൻ, അപ്പുറം അപ്പുറവും കാർബൺ ആയിട്ട് ബന്ധനമില്ലേ, അപ്പൊ 4 ആയി. പിന്നെ ഇവിടെയും 2 ഹൈഡ്രജൻ, ഇവിടെ 3 എണ്ണം ഉണ്ട്, കാരണം ഒരു കാർബൺ ആയിട്ടാണ് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ഹൈഡ്രജൻ കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. നോക്ക്, നമുക്ക് കിട്ടിയത് എന്താണ്? നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്? C5H12 അല്ലേ? അപ്പൊ അത് ശരിയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്തെഴുതാം? ഇതിൽ നിന്ന് കണ്ടൻസ്ഡ് ഫോർമുല എഴുതാം. അപ്പൊ നമുക്കറിയാം CH3 3 എഴുതി. ദെൻ അടുത്ത കാർബൺ എടുക്കുക, 2H CH2 ഏകബന്ധനം, CH2 ഏകബന്ധനം CH2. എന്ത് കിട്ടി? ഏകബന്ധനം CH3, ഏകബന്ധനം CH3 കിട്ടി. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? 5 കാർബൺ ഉള്ളത് ക്ലിയർ ആയോ? അത് സാധാരണ താപനിലയിൽ എന്താണ്? ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇനി നമുക്ക് 6 കാർബൺ ഉള്ളത് നോക്കാൻ. 6 കാർബൺ ഉള്ളത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? നമുക്കൊന്നും തന്നിട്ടില്ല. 6 കാർബൺ ഉണ്ടെന്ന് മാത്രമാണ് ഇവിടെ തന്നിട്ടുള്ളൂ. ഇത് മാത്രമാണ് തന്നിട്ടുള്ളത്. ഇനി ഒന്ന് നമുക്ക് എഴുതി നോക്കാം. ആദ്യം 6 കാർബൺ എഴുതുക. 1 2 3 4 5 6 കാർബൺ എഴുതി. നമുക്കറിയാം കാർബണിന്റെ സംയോജകത 4 അപ്പൊ അത് ഹൈഡ്രജൻ വെച്ചിട്ട് പൂർത്തിയാക്കുക. 3 4 4 കാർബൺ ആയിട്ടുണ്ട്. അതാ 4 കൂടുതൽ എഴുതി കഴിഞ്ഞാലും 4 കുറവിട്ട് കഴിഞ്ഞാലും അത് തെറ്റാണ്. അതെപ്പോഴും ശ്രദ്ധിക്കണേ. ഹൈഡ്രജൻ ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിന്റെ എന്ത് എഴുതണം? കണ്ടൻസ്ഡ് ഫോർമുല എഴുതണ്ടേ? എഴുതി നോക്കാം. എങ്ങനെയാ വരിക? CH3 CH2 then CH2 CH3 CH3 കണ്ടൻസ്ഡ് ഫോർമുല എഴുതുന്ന ക്ലിയർ ആയില്ലേ? ഒന്നുകൂടി പറയണോ? നമുക്ക് ആദ്യത്തെ കാർബൺ നമ്മൾ എടുക്കുക, എന്നിട്ട് അതിന്റെ ചുറ്റുമുള്ള ഹൈഡ്രജന്റെ എണ്ണം എഴുതുക. അപ്പൊ CH3. പിന്നെ അത് ഏകബന്ധനാണെങ്കിൽ ഏകബന്ധനം, ദ്വിബന്ധനാണ് അങ്ങനെ എന്താണോ ബന്ധനം അത് എഴുതുക. അതായത് ഏകബന്ധനാണെങ്കിൽ ഒരു വര ഇടുക. ദെൻ അടുത്ത കാർബൺ എഴുതുക, അതിന്റെ ചുറ്റും 2 ഹൈഡ്രജൻ CH2, ദെൻ ബന്ധനം കൊടുക്കുക CH2 ആ രീതിയിലാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് എഴുതേണ്ടത് തന്മാത്ര സൂത്രമാണ്. കാർബണും ഹൈഡ്രജനേ ഉള്ളൂ. അപ്പൊ ആദ്യം കാർബൺ എഴുതി, കാർബൺ എണ്ണ 1 2 3 4 5 6 6 എണ്ണം. ദെൻ ഹൈഡ്രജൻ എഴുതി, ഹൈഡ്രജൻ ഒന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഉണ്ട്. സോ C6H എന്താണ്? 14. C6H14 ആണ് വരുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഒരു ഹൈഡ്രോ കാർബൺ തന്നു കഴിഞ്ഞാല് ഹൈഡ്രോ കാർബൺ വെച്ചിട്ട് എന്താക്കാം? അതിന്റെ തന്മാത്രാ സൂത്രം, അതുപോലെ തന്നെ കണ്ടൻസ്ഡ് ഫോർമുല. ഇപ്പൊ കണ്ടൻസ്ഡ് ഫോർമുല തന്ന് തന്മാത്രാ സൂത്രം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ഘടന, അതെങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് എഴുതാൻ സാധിക്കണം. ഈ ഘടന എങ്ങനെയാണെന്നുള്ളത് എഴുതാൻ പറയാലോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇത് ഹൈഡ്രോ കാർബണുകൾ ആണ് തന്നിട്ടുള്ളത്. കാർബണിന്റെ നമ്പർ നമ്മളിപ്പോ ഏകദേശം കാർബൺ 1 to 6 വരെയുള്ള കാർബണിന്റെ എഴുതി നോക്കിയില്ലേ? തന്മാത്രാ സൂത്രം എഴുതി,
ഘടന എങ്ങനെയാ വരുന്നത്, ഇതാണ് ഘടന ഇങ്ങനെ വരുന്നുള്ള കാര്യം പറഞ്ഞു. തന്മാത്രാ സൂത്രം എഴുതി. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്, കണ്ടൻസ്ഡ് ഫോർമുല എഴുതിയിട്ടുണ്ട്. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ, ഒരു ഹൈഡ്രോ കാർബൺ തന്നു കഴിഞ്ഞാൽ തന്മാത്രാ സൂത്രം എഴുതുന്നതും കണ്ടൻസ്ഡ് ഫോർമുല എഴുതുന്നതും എന്നുള്ളതൊന്നും മനസ്സിലാക്കി വെക്കുക. പട്ടിക 8.2 നൽകിയിരിക്കുന്ന സംയുക്തങ്ങളെല്ലാം ഏകബന്ധനം മാത്രമാണല്ലോ ഉള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞതിലെല്ലാം എന്താണുള്ളത്, ഏകബന്ധനം മാത്രമാണ് ഉള്ളത്. സോ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമുള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളെ ആൽക്കേനുകൾ എന്ന് വിളിക്കുന്നു. ഈ ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ, എന്താ കാർബൺ 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 എന്ന് പറഞ്ഞ് നേരെ പോന്നില്ലേ, CH3 CH2 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ സൈക്ലിക്കോ അല്ലെ റിങ്ങൊന്നും ആയിട്ടല്ലാതെ നേരെ ചെയിൻ ആയിട്ടുള്ള കോമ്പൗണ്ടുകളില്ലേ, അതിനെയാണ് നമ്മൾ പറയുന്നത് എന്തെന്ന്, ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകൾ. അപ്പൊ ഈ ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകൾ എന്ത് നമുക്ക് പറയാം, ആൽക്കേനുകൾ. അതായത് ഏകബന്ധനം ഉള്ളതിനാണ്, ഏകബന്ധനം മാത്രമാണുള്ള ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകളെ നമുക്ക് ആൽക്കേനുകൾ എന്നാണ് പറയുന്നത്. ഏകബന്ധനം മാത്രമുള്ള ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്, അതാണ് ആൽക്കേൻ. ഏകബന്ധനം മാത്രമുള്ള ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് ആണ് ആൽക്കേൻ. ദ്വിബന്ധനവും ത്രിബന്ധനവും എന്ന ആൽക്കെയിൻ അല്ല. അതുകൊണ്ട് ഓർത്ത് വെക്കുക, ഏകബന്ധനം മാത്രമുള്ള എന്താണ് ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളെ നമുക്ക് ആൽക്കേനുകൾ എന്ന് പറയാൻ സാധിക്കും. ആൽക്കേനുകളാണ്, ആൽക്കേനുകൾ ഓർത്ത് വെക്കുക, ആൽക്കേനുകൾ. ആൽക്കേനുകളിൽ ഓരോ കാർബൺ ആറ്റത്തിന്റെയും എല്ലാ സംയോജകതകളും ഏകബന്ധനം വഴി പൂർത്തീകരിച്ചിരിക്കുന്നു അല്ലേ. കാർബണിന് 4 സംയോജകതയാണ്, 4 എന്താണ് ഏകബന്ധനം വഴിയാ പൂർത്തീകരിച്ചിട്ടുള്ളത്. എവിടെ എന്താ ദ്വിബന്ധനോ ത്രിബന്ധനോ ഒന്നും കാണാനില്ല, മൊത്തം ഏകബന്ധനം വഴിയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇവയെ എന്ന് പറയാൻ നമുക്ക് പൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് വിളിക്കുന്നു. ഇങ്ങനെയുള്ള ഹൈഡ്രോ കാർബണുകൾ, അതായത് ഏകബന്ധനം മാത്രമുള്ള ഹൈഡ്രോ കാർബണുകൾ, അതിനെ നമുക്ക് എന്ത് പറയാം, പൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയാം. പൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയാം. പട്ടിക വിശകലനം ചെയ്ത് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. ഒരു കാർബൺ ആറ്റമുള്ള ആൽക്കേനിലെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഒരു കാർബൺ ആറ്റമുള്ള ആൽക്കേനുകളിലെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം നോക്ക്. ഒരു കാർബണുള്ള ആൽക്കേനിലെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം 1 2 3 3 4 ഹൈഡ്രജൻ ആറ്റല്ലേ ഉള്ളത്. സോ എന്ത് പറയാം, 4. 2 ആറ്റമുള്ള ആൽക്കേനുകളിലെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം 2 എണ്ണം ഉള്ളതിൽ നോക്ക്. 1 2 3 4 5 6 ഹൈഡ്രജൻ. സോ നമുക്കറിയാം 6. 3ഉം 4ഉം കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിലോ, 3ഉം 4ഉം കാർബൺ ആറ്റം ഉണ്ടെങ്കിലോ, 3ഉം 4ഉം കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ എത്രയാ നമുക്ക് നോക്കാം. ഇതെവിടെ നോക്ക്, 3 കാർബൺ അല്ലേ ഉള്ളത്. 3 കാർബൺ അല്ലേ ഉള്ളത്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം 8 ആയി. 4 ഉള്ളത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്, ജസ്റ്റ് ഇവിടെയും കൂടെ എടുത്ത് എഴുതുന്നുണ്ട്. C4H10, then C6H14. അപ്പൊ നമുക്ക് നോക്കാം, 3 എണ്ണം ഉണ്ടെങ്കിൽ 8 ആണ്, 4 എണ്ണം ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ എണ്ണം 10 ആണ്. സോ 8ഉം 10 ആണ്. അടുത്തത്, കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ ഇരട്ടിയോടൊപ്പം എത്ര സംഖ്യ കൂട്ടിയപ്പോഴാണ് ഇവയിൽ ഓരോന്നിന്റെയും ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം ലഭിച്ചത്? കാർബണിനോട് എത്ര ഹൈഡ്രജൻ ആറ്റത്തിനെ കൂട്ടിയപ്പോഴാണ് നമുക്ക് ഈ എണ്ണം ലഭിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കിയാലോ, ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. 1 ആയപ്പം H4, 2 ആയപ്പം C2H6, 3 ആയപ്പം C3H എന്താ 8, 4 ആയപ്പം C4H10, 5 ആയപ്പോൾ എത്രയാ C4H12, C6H എന്താണ് 14. നമ്മളോടിപ്പോൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്? കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ ഇരട്ടിയോടൊപ്പം ഒരു കാർബൺ ആറ്റം, അതിന്റെ എണ്ണത്തിന്റെ ഇരട്ടി എന്താ? 1ന്റെ ഇരട്ടി 2.
സോ രണ്ടിനോടൊപ്പം എത്ര കൂട്ടിയാലാണ് ഹൈഡ്രജന്റെ എണ്ണം കിട്ടുക? രണ്ടിനോട് എത്ര കൂട്ടിയാലാണ് 4 കിട്ടുക? 2 അല്ലേ? സോ രണ്ടിനോട് 2 കൂട്ടിയപ്പോൾ then C2 കാർബൺ ആറ്റത്തിന്റെ എണ്ണം 2, അതിന്റെ ഇരട്ടി 4 അല്ലേ? സോ 4നോട് എത്ര കൂട്ടിയപ്പോ എനിക്ക് 6 കിട്ടുക? 2. 3ന്റെ ഇരട്ടി 6, 6 + 2 8. 4ന്റെ ഇരട്ടി 8, 8 + 2 എത്രയാണ്? 10. 5ന്റെ ഇരട്ടി 10 ആണ്, 10 + 2 12. 6ന്റെ ഇരട്ടി 12 ആണ്, 12 + 2 എത്രയാണ്? 14. ക്ലിയർ ആയോ? സോ കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയോടൊപ്പം ഏത് സംഖ്യ കൂട്ടിയപ്പോൾ എല്ലാവരുടെയും 2 നമ്മൾ കൂട്ടുന്നത്. ഇവയിൽ ഓരോന്നിന്റെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം ലഭിച്ചത് 2. ഒരു ആൽക്കേനിൽ n കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ സപ്പോസ് CN ആണെന്ന് വിചാരിക്കുക, n കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? നമുക്കറിയാം H. ഈ n-ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2n അല്ലേ? 2 × n ആണ് ഇരട്ടി. 2 × n ആണ് ഇരട്ടി എന്ന് പറയുന്നത്, n-ന്റെ ഇരട്ടി. സോ 2n പ്ലസ് എത്ര കൂട്ടണം? ഇരട്ടിയോട് എത്ര സംഖ്യ കൂട്ടണോ? ഇരട്ടിയോട് എല്ലാവരും എത്ര കൂട്ടിയിട്ടുണ്ട്? 2 കൂട്ടിയിട്ടുണ്ട്. സോ 2n + 2. 2n + 2. 2n + 2. ആൽക്കേനുകളുടെ പൊതുവാക്യം എഴുതാൻ എന്ന് പറഞ്ഞാൽ CnH2n + 2 ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. CnH2n + 2. അപ്പൊ ഈ രീതിയിലുള്ള കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, കാർബൺ എണ്ണത്തിന്റെ ഇരട്ടിയാക്കി നോക്കുക. കാർബൺ 2 ആണ്, അത് ഇരട്ടിയാക്കുമ്പോൾ 4 ആവും. അതിനോട് 2 കൂട്ടി 6. അപ്പൊ കാർബൺ 2, ഹൈഡ്രജൻ 4 ആണെങ്കിൽ അതെന്താണ്? ആൽക്കെയിൻ ആണ്. അതായത് കാർബണിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയോടൊപ്പം 2 കൂട്ടിയിട്ട് ഉള്ള അത്രയും ഹൈഡ്രജൻ ആണോ നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതെന്താണ്? ആൽക്കെയിൻ ആണ് എന്നുള്ളത് ഓർക്കുക. മനസ്സിലായോ? അപ്പൊ ആൽക്കെയിന്റെ പൊതുസമവാക്യാണ് ആൽക്കെയിൻ. ഓർത്ത് വെക്കണേ, ആൽക്കെയിൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആൽക്കെയിൻ മാറിപ്പോരുത്, ആൽക്കെയിൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അങ്ങോട്ടേക്ക് പഠിക്കുമ്പോൾ ഇത് മാറിപ്പോരുത്, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ആൽക്കെയിൻ, അതിന്റെ പൊതു സമവാക്യം എഴുതി വെക്കുക. CnH2n + 2. അപ്പൊ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്കൊരു 8 നമ്പറുള്ള 8 കാർബൺ ആറ്റമുള്ള ഒരു ആൽക്കെയിൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സമവാക്യം എത്ര? അതിലുള്ള ഹൈഡ്രജന്റെ എണ്ണം എത്രയായിരിക്കും ചോദിക്കാം. ഒന്ന് ആലോചിക്കുക. 8 കാർബൺ ആറ്റമുള്ള ഒരു ഹൈഡ്രോ കാർബൺ, അത് ആൽക്കെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ അതിലുള്ള ഹൈഡ്രജന്റെ എണ്ണം എത്ര എന്ന് നിങ്ങളോട് ചോദിക്കാം. മനസ്സിലായോ? ഒരു കാർബൺ ആറ്റത്തിലുള്ള കാർബന്റെ എണ്ണം 8 ആണെങ്കിൽ അത് ആൽക്കെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ അതിലുള്ള ഹൈഡ്രജന്റെ എണ്ണം എന്ന് ചോദിക്കാം. നമുക്കറിയാം കാർബന്റെ എണ്ണം = 8. അപ്പൊ n എന്തായി? n എന്താണ്? n = 8. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഹൈഡ്രജന്റെ എണ്ണം കാണാനില്ലേ? ഹൈഡ്രജന്റെ എണ്ണം എന്ന് പറയുന്നത് 2n + 2 അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. 2n എന്ന് പറയുന്നത് 2 × 8. 2 × 8 എത്രയാ? 16. അപ്പൊ 2n + 2 = 16 + 2 = 18. സോ നമുക്ക് കിട്ടും കാർബൺ 8, n = 8, ഹൈഡ്രജൻ = 2n 16 + 2 18. ശരിയല്ലേ? കാർബണിന്റെ എണ്ണം 8ന്റെ ഇരട്ടി 16 + 2 ചെയ്തപ്പോൾ ഹൈഡ്രജന്റെ എണ്ണം കിട്ടി. നിങ്ങളോട് ഇങ്ങനെ തന്നിട്ട് ഹൈഡ്രജന്റെ എണ്ണം കാണാൻ പറയും. ക്ലിയർ ആയോ? അപ്പൊ നമ്മള് ഇന്നത്തെ
ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? കാർബണിക രസതന്ത്രം എന്നുള്ള പാഠാണ്. നമ്മളപ്പോ പറഞ്ഞു നമുക്ക് ചുറ്റും കാണുന്ന മിക്ക പദാർത്ഥങ്ങളിലും എന്തുണ്ട്? കാർബൺ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ കാർബൺ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ, അതായത് കാർബൺ മോണോക്സൈഡ്, ഡയോക്സൈഡ്, കാർബണേറ്റ്, ബൈകാർബണേറ്റ് ഒഴികെയുള്ള കാർബൺ സംയുക്തങ്ങളെ കുറിച്ച് പഠിക്കുന്ന രസതന്ത്രത്തിലെ ഒരു പഠനശാഖയാണ് എന്ത്? കാർബണിക രസതന്ത്രം അഥവാ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു എന്താണ് മനുഷ്യ ജീവനുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശാസ്ത്രശാഖയും ഓർഗാനിക് കെമിസ്ട്രി ആണെന്നുള്ളത് പറഞ്ഞു. കാർബണിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ പഠിച്ചു. അറ്റോമിക് നമ്പർ 6 ആണ്, റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ സി ആണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇലക്ട്രോൺ വിന്യാസം 2, 4 ആണ്. കാർബണിന്റെ സംയോജകത 4 ആണ്. മാസ് നമ്പർ 12 ആണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഹൈഡ്രോ കാർബൺ എന്താന്ന് പറഞ്ഞു. കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങളെയാണ് നമ്മൾ ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു ഹൈഡ്രോ കാർബണുകളിൽ ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണിൽ ഏകബന്ധനം മാത്രമുള്ളതാണെങ്കിൽ എന്താണ്? ആൽക്കെയിൻ. ഏകബന്ധനം മാത്രമുള്ളത്, അതായത് കാർബണിന്റെ സംയോജകത 4 സംയോജകത 4 പൂർത്തീകരിക്കുന്നത് എന്താണ്? ഏകബന്ധനമാണെങ്കിൽ അതെന്താണ്? ആൽക്കേനുകളാണ് എന്ന് പറയാം. അതിനുശേഷം നമ്മൾ ഈ ആൽക്കേനുകളുടെ ഘടന വരച്ചു. ഘടനയിൽ നിന്ന് കണ്ടൻസ്ഡ് ഫോർമുല എഴുതുന്നത് പഠിച്ചു. പിന്നെന്താണ്? തന്മാത്രാ സൂത്രം എഴുതുന്നത് എങ്ങനെയാന്നുള്ളതും പഠിച്ചു, എഴുതി നോക്കി. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആൽക്കേനുകളുടെ എന്താണ്? ആൽക്കേനുകളുടെ പൊതുവായിട്ട് എഴുതുന്ന കാര്യം, ആൽക്കേനുകളിലെ പൊതുവായിട്ട് എഴുതുന്ന കാര്യം നമ്മൾ ഇവിടെ എഴുതിയിട്ടില്ലേ? അതാണ് ഇവിടെ എടുത്ത് എഴുതിയിട്ടുള്ളത്. CnH2n+2 ആൽക്കേനുകളുടെ പൊതുവാക്യം എഴുതുന്നത് CnH2n+2. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്നിട്ട് നമുക്കിപ്പോൾ കാർബണിന്റെ നമ്പർ തന്ന ഹൈഡ്രജൻ എങ്ങനെ കാണുന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങൾ വേണമെങ്കിൽ എന്താ ചെയ്ത് നോക്കാം. ഞാൻ പറയുന്നത് ഒരു ആൽക്കേൻ ഉണ്ട്, കാർബണിന്റെ നമ്പർ കാർബൺ n = ഞാൻ പറയുന്നത് 10 ഉള്ളത് ഒന്ന് ജസ്റ്റ് ഹോംവർക്ക് പോലെ ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജന്റെ നമ്പർ കാർബൺ n എന്ന് പറയുന്നത് 0 ആണ്. ഹൈഡ്രജൻ എത്ര ഉണ്ടാവും? ഒന്നുമില്ല, 2n കൊടുക്കുക. 10 × 2 20 + 2 22 അങ്ങനെയാണ് കിട്ടുക. അപ്പൊ C10H22 എന്ന് കിട്ടും. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഈ എറ്റിന്റെ നമ്പർ മാറ്റിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ പൂരിത ഹൈഡ്രോ കാർബണുകളെ പറഞ്ഞു. ആൽക്കേൻ പൂരിത ഹൈഡ്രോ കാർബണാന്നും പറഞ്ഞല്ലോ. ഏകബന്ധനം മാത്രം വെച്ച് കാർബണിന്റെ സംയോജകത പൂർത്തീകരിക്കുന്ന ഹൈഡ്രോ കാർബണുകളെ പൂരിത ഹൈഡ്രോ കാർബൺ എന്ന് പറയാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ പൊതുവാക്യങ്ങളൊക്കെ പറഞ്ഞു. ഇത്രയും കാര്യമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നല്ല രീതിയിൽ പഠിക്കുക, വ്യക്തമായിട്ട് പഠിക്കുക. എന്നാൽ മാത്രമാണ് അടുത്ത ഭാഗം മനസ്സിലാവുള്ളൂ. അടുത്ത ഭാഗത്ത് നമുക്ക് അപൂരിത ഹൈഡ്രോ കാർബണുകളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ഇത്രയും എടുത്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ഭാഗവും വിട്ടുപോവാതെ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.